നമസ്കാരം. രാവിലെ ആരംഭിക്കുകയാണ് തലക്കെട്ടുകൾ. കോഴിക്കോട് പാളയത്തെ തീപിടുത്തത്തിൽ അന്വേഷണം. ജില്ലാ ഫയർ ഓഫീസർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് കൈമാറും. തീ ആദ്യം പടർന്നത് എവിടെയെന്ന് കണ്ടെത്താൻ CCTV പരിശോധിക്കും. സംസ്ഥാനത്തെ ബാറുകളുടെ സമയക്രമത്തിൽ മാറ്റം. ഇന്നു മുതൽ രാവിലെ 10 മുതൽ രാത്രി 12 വരെ തുറന്നിരിക്കും. ടൂറിസം മേഖലകളിലെ 5 സ്റ്റാർ ബാർ ഹോട്ടലുകൾക്ക് പുലർച്ചെ 3 വരെ പ്രവർത്തിക്കാം. പ്രവർത്തന സമയം വർദ്ധിപ്പിച്ച വിജ്ഞാപനമിറങ്ങിയത് ഇന്നലെ. പ്രതിഷേധത്തിന് സാധ്യത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇന്ന് നിർണായകം. കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിലെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. തട്ടിപ്പിൽ പങ്കില്ലെന്നും ആചാരകാര്യങ്ങളിൽ മാത്രമാണ് ഇടപെട്ടതെന്നും തന്ത്രി. ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യൽ ഇന്ന് അവസാനിക്കും. രാഹുൽ സഹകരിക്കുന്നില്ലെന്ന് അന്വേഷണ സംഘം. രണ്ടാം ബലാത്സംഗ കേസിലെ നടപടി ത്വരിതപ്പെടുത്താനും നീക്കം. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. വിഴിഞ്ഞത്ത് ഹോട്ടലിലെ ഭക്ഷണ സാമ്പിൾ പരിശോധനാ ഫലം ഇന്ന്. 2 പേരുടെ മരണത്തിൽ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിക്കാതെ ആരോഗ്യവകുപ്പ്. പരാതി ഉയർന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ കൂടി ആശുപത്രിയിൽ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനിടെ ആദിവാസി കുഞ്ഞു മരിച്ചത് ചികിത്സാ പിഴവെന്ന ആരോപണം. പ്രതിഷേധവുമായി നാട്ടുകാരും ബന്ധുക്കളും. യുദ്ധസാഹചര്യം നിലനിൽക്കെ വീണ്ടും ഇറാന്റെ പ്രകോപനം. സൈനികാഭ്യാസത്തിനിടെ ഹോർമൂസ് കടലിടുക്കിൽ അപ്രതീക്ഷിത മിസൈൽ വർഷം. നടപടി ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയെന്ന് സൂചന. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോകണം. കോഴിക്കോട് പാളയത്തെ ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തത്തിൽ ജില്ലാ ഫയർ ഓഫീസർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് കൈമാറും. തീ ആദ്യം പടർന്നത് എവിടെയെന്നു കണ്ടെത്താൻ CCTV പരിശോധിക്കും. റംസാൻ വിഷു വിപണി ലക്ഷ്യമിട്ട് സംഭരിച്ച കോടികളുടെ സ്റ്റോക്ക് പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. വലിയ നാശനഷ്ടം സംഭവിച്ചുവെന്നാണ് കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെയും സമാനമായി ജയലക്ഷ്മി സിൽക്സിൽ ഒരു തീപിടുത്തമുണ്ടായിരുന്നു. അതിലൊക്കെ വലിയ തരത്തിലുള്ള തീപിടുത്തം സംഭവിച്ചിരിക്കുന്നു. വലിയ അഗ്നിനാളങ്ങൾ ഉയർന്നു. അവിടെ ജീവനക്കാരെയും അവിടെ എത്തിയ കസ്റ്റമേഴ്സിനെയൊക്കെ സമയോചിതമായ ഇടപെടലിലൂടെ പുറത്തെത്തിച്ചതുകൊണ്ട് ആൾ നാശം, ഇത്തരത്തിൽ എന്തെങ്കിലും അപായമോ മറ്റോ ഉണ്ടായില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ വലിയ ഭീതി പടർത്തിയ തീപിടുത്തമാണ് സംഭവിച്ചത്. MS അനീഷ് കുമാർ. അനീഷ്, എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരമായി ലഭ്യമാകുന്നത്? ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും ഒരുപക്ഷേ ഇതിന് കാരണമെന്ന് മനസ്സിലാക്കാം. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, എന്താണ് അപകട കാരണം എന്നതിൽ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഒരു പ്രാഥമിക നിഗമനം എന്ന രീതിയിലാണ് ഷോർട്ട് സർക്യൂട്ട് ആവാം അപകട കാരണമെന്ന ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. കാർ പാർക്കിങ്ങിന്റെ ഭൂഗർഭ നിലയടക്കം 4 നിലകളിലായാണ് ഈ ജയലക്ഷ്മി സിൽക്സ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഏറ്റവും മുകളിലുള്ള നിലയിലെ ക്യാന്റീൻ ഭാഗത്തു നിന്നാണ് ആദ്യം തീ പടർന്നതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ജീവനക്കാരിൽ നിന്നൊക്കെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള ഒരു നിഗമനം. അവിടെ നിന്നും ആദ്യം പുക പ്രത്യക്ഷമാവുകയും ആദ്യത്തെ 4, 3, 2 നിലകളിലേക്ക് പെട്ടെന്ന് തീ പടർന്ന് പിടിക്കുമായിരുന്നു. എന്തായാലും 150ഓളം ജീവനക്കാർ ഈ സമയത്ത് ഈ തുണിക്കടയിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇരട്ടി ഉപഭോക്താക്കളും ഉണ്ടായിരുന്നു. എന്തായാലും തീ പ്രത്യക്ഷമാവുന്ന പുകയും മറ്റും ഉണ്ടായതോടുകൂടി ഉടൻ തന്നെ അവിടെ നിന്നും ജീവനക്കാരെയും ഒപ്പം ഉപഭോക്താക്കളെയും പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ 2 ജീവനക്കാർ അപ്പോൾ തന്നെ കൊഴിഞ്ഞു വീഴുകയും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 6:25 ഈ ബീച്ച് ഭാഗത്തു നിന്നും ആദ്യ അഗ്നിരക്ഷാ സേന യൂണിറ്റ് എത്തിയിരുന്നു. പിന്നീട് മീഞ്ചന്ത, വെള്ളിമാട് അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും താമരശ്ശേരി, കൊണ്ടോട്ടി, മുക്കം എന്നിടങ്ങളിലുള്ള യൂണിറ്റുകളും എത്തി യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. പിന്നെ ഏറ്റവും ഒടുവിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ സർവീസ് യൂണിറ്റ് എത്തിയത്. എന്തായാലും ഇവരുടെയൊക്കെ കൂട്ടമായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും
2023 സമാനമായ രീതിയിൽ തന്നെ ഒരു തീപിടുത്തം ഈ കെട്ടിടത്തിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും അന്നും കോടിക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങൾ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ കാര്യം തന്നെയാണ് വീണ്ടും ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ നടന്നതിനെ കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം ഉണ്ടാവുന്നു. ഒപ്പം ഈ തീപിടുത്തം ഉണ്ടായ ശേഷം അത് നിയന്ത്രണ വിധേയമാക്കാൻ ഏറെ സമയം എടുക്കേണ്ട വന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഉള്ള പലതരം വിമർശനങ്ങൾ വ്യാപാരികളുടെ അടക്കം ഭാഗത്തു നിന്നും MK രാഘവൻ MP അടക്കം ഉന്നയിച്ചിരുന്നു. പലപ്പോഴും നഗര ഹൃദയത്തിൽ ഇത്തരം തീപിടുത്തങ്ങൾ നടക്കുമ്പോൾ അത് നിയന്ത്രണ വിധേയമാക്കാൻ ഒരുപാട് സമയം വേണ്ടി വരുന്നുണ്ട്. മിഠായിത്തെരുവ് പോലെ ഒരുപാട് വാണിജ്യ സങ്കേതങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട്. അവിടെ ഒരു തീപിടുത്തം ഉണ്ടായാൽ നിയന്ത്രണ വിധേയമാക്കാൻ ഇത്രയധികം സമയം വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പരിശോധനകൾ വരും. രണ്ട് തരത്തിലാണ് ആദ്യം തന്നെ പറഞ്ഞു വന്നത്. കാരണം 4ാം നിലയിലെ ക്യാൻറ്റീൻ ഭാഗത്തു നിന്നുമാണ് ആദ്യം തീ പ്രത്യക്ഷമായതെന്നും പറയുമ്പോൾ ഈ കെട്ടിടത്തിന് പിന്നിലെ ഗോഡൌൺ ഭാഗത്തു നിന്നാണ് തീ ഉയർന്നതെന്ന മറ്റൊരു തരത്തിലുള്ള പ്രചാരണവും ആദ്യം ഉയർന്നിരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിലൊരു വ്യക്തത തേടും. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരിക്കും ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് നടക്കുക. എന്തായാലും അഗ്നിശമന സേന ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകും. അതിനുശേഷം ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഈ മൊഫീസിൽ ബസ് സ്റ്റാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഫാഷൻ ടെക്സ്റ്റൈൽസിലും സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. അന്ന് കോടിക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങളാണ് കത്തിനശിച്ചത്. ഒപ്പം ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ മണിക്കൂറുകളോളം ഇതേ രീതിയിൽ തന്നെ വേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം ഈ വിഷു വിപണിയെ ലക്ഷ്യമാക്കിയുള്ള സ്റ്റോക്ക് സംഭരിച്ച ഒരു ടെക്സ്റ്റൈൽസ് ആണ്. വലിയ രീതിയിൽ ഇടപാടുകാർ എത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനവുമാണ്. അതുകൊണ്ട് ആ തീപിടുത്തത്തിന്റെ ആഘാതം ഏറെ വർദ്ധിച്ചു എന്നാണ് വിലയിരുത്തുന്നത്. ഈ തുണിത്തരങ്ങളിൽ തീപിടിച്ചാൽ സാധാരണഗതിയിൽ പെട്ടെന്ന് കെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പുറമേ നിന്ന് വെള്ളമോ അല്ലെങ്കിൽ ഫോം ഫയർ എക്സ്റ്റിംഗ്വിഷറോ മറ്റോ അടിച്ചാലും അത് പുറം ഭാഗത്ത് വീഴുകയും ആ തീ അണയുകയും ചെയ്യും. പക്ഷെ അകത്ത് നിന്ന് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് മണിക്കൂറുകളോളം എടുത്ത് ഈ തീ കെടുത്താൻ സമയം വേണ്ടി വന്നത്. പൂർണ്ണമായും തന്നെ സ്റ്റോക്കുകൾ കത്തിനശിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം ആരംഭിക്കും. ഏത് സാഹചര്യത്തിലാണ് തീപിടുത്തം ഉണ്ടായതെന്നതിനെ കുറിച്ചുള്ള വിശദമായ പരിശോധന നടക്കുകയും ഫയർ ഓഫീസർ ഇന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകുകയും ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജയലക്ഷ്മി അനീഷ്, തീപിടുത്തം ഉണ്ടാകുന്നത് ആദ്യ തവണയല്ലല്ലോ. നേരത്തെയും തീപിടുത്തമുണ്ടായി, ഒരുപാട് നാശനഷ്ടമുണ്ടായ ഒരു സ്ഥലമാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തരം നഗരഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന വലിയ വലിയ ഇത്തരം തുണിശാലകൾക്ക് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ടോ, ഫയർ എക്സ്റ്റിംഗ്വിഷർ അടക്കമുള്ള കാര്യങ്ങളുണ്ടോ, അതൊക്കെ പരിശോധിക്കാനുള്ള ആർജവം നമ്മുടെ ഉദ്യോഗസ്ഥർ കാണിക്കുന്നുണ്ടോ? അപ്പോൾ അനീഷ് പറഞ്ഞതുപോലെ ഇത്ര വലിയ തീപിടുത്തമുണ്ടായിട്ടും അത് അണയ്ക്കാനുണ്ടായ വൈകൽ എത്രത്തോളം വലിയൊരു ദുരന്തമായി മാറേണ്ട ഒരു സംഭവം കൂടി ആയിരുന്നു ഇത് എന്നുള്ളതാണ്. അത് ആ തരത്തിലേക്ക് വളർന്നില്ല എങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ, പ്രത്യേകിച്ച് വേനൽക്കാലമാണ്, നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയമാണ്, അവിടെയൊക്കെ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൽ ചെറിയ പ്രശ്നങ്ങളാവില്ല ഉണ്ടാവുക. തീർച്ചയായും അത്തരം അഗ്നിശമന സംവിധാനങ്ങൾ ഫലപ്രദമായി ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് വളരെ വിശദമായ പരിശോധനകൾ നടത്തുമെന്ന് തന്നെയാണ് അഗ്നിശമന സേനാംഗങ്ങൾ പറയുന്നത്. കാരണം ആധുനിക രീതിയിലുള്ള കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള കെട്ടിടങ്ങളിൽ തന്നെ ഈ അഗ്നിശമന സംവിധാനങ്ങൾ കൃത്യമായി ഏർപ്പെടുത്തേണ്ട ഒരു അനിവാര്യതയുണ്ട്. അല്ലെങ്കിൽ അത്തരം ഏർപ്പെടുത്തലുകൾ പലയിടത്തുമുണ്ട്. കാരണം സെൻസറുകളൊക്കെ ഉപയോഗിച്ച് എവിടുന്നെങ്കിലും ഒരു ഭാഗത്തു നിന്നും പുകയോ തീയോ പ്രത്യക്ഷമാകുമ്പോൾ തന്നെ അവിടുത്തെ മുഴുവൻ ജാഗ്രതാ സംവിധാനങ്ങളും ഉണരുക, കൃത്യമായ അലാറം പ്രവർത്തിക്കുക. ഒപ്പം ഈ തീ പ്രത്യക്ഷമാകുമ്പോൾ തന്നെ ഓരോരോ നിലകളിൽ നിന്നും പ്രത്യേക ഡക്റ്റുകളൊക്കെ സ്ഥാപിച്ച് അവിടെ നിന്നും പുറത്തേക്ക് ഈ ഫോം ഫയർ എക്സ്റ്റിംഗ്വിഷറുകളൊക്കെ വരുന്ന രീതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ഉള്ള ജീവനക്കാർക്ക് ഈ പ്രാഥമികമായി ഒരു ചെറിയ തീ കാണുമ്പോൾ അല്ലെങ്കിൽ പുക കാണുമ്പോൾ അത് അണയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ വളരെ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നതാണ് ചട്ടങ്ങളിൽ പറയുന്നത്. പക്ഷേ ആ ചട്ടങ്ങൾ പൂർണ്ണമായി പാലിക്കപ്പെട്ടോ എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കും. ഒപ്പം പലപ്പോഴും ഈ അനധികൃത നിർമ്മാണങ്ങളും ഈ പതിവിന് കവിഞ്ഞ സ്റ്റോക്ക് സംഭരണം, അതായത് ഈ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾക്കപ്പുറം ഇത്തരം സ്റ്റോക്കുകളും മറ്റും ശേഖരിക്കുമ്പോഴും പ്രത്യേക നിർമ്മിതികൾ, ചമയങ്ങളും മറ്റുമൊക്കെ ഈ കെട്ടിടത്തിൽ ഏർപ്പെടുത്തുമ്പോഴുമാണ് ഇത്തരത്തിൽ അപകടത്തിന്റെ ഒരു തോത് കൂടുന്നത്. നമുക്കറിയാം ഓഫീസിൽ ബസ് സ്റ്റാൻഡിൽ തന്നെ ഉണ്ടായ കെട്ടിടം അത് എല്ലാ പരിധികൾക്കും അപ്പുറത്തുള്ള ഒരു സ്റ്റോക്ക് സംഭരണമാണ് ഉണ്ടായിരുന്നത്. ലഭിച്ചിരുന്ന കെട്ടിടത്തിന്റെ പുറത്തേക്ക് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി അവിടെ ഒരു ആൾക്ക് പോലും കടക്കാൻ കഴിയാത്ത വിധം അടച്ചു കെട്ടിയൊക്കെയാണ് സ്റ്റോക്ക് സംഭരിച്ചത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവിടേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ ഈ വെള്ളം അടിക്കാനോ പോലും കഴിയാത്ത ഒരു സാഹചര്യം വന്നിരുന്നു. ഇവിടെയും സമാനമായ രീതിയിൽ തന്നെ ഈ
ബോർഡുകളും പ്ലാസ്റ്റിക് കമാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഒരുപാട് ചമയങ്ങൾ ഉണ്ടായിരുന്നു. ആ ചമയങ്ങളിലൊക്കെ തീ പടർന്നപ്പോൾ അത് ആളി കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒരു തരത്തിലും ഒന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഈ നിർമ്മിതികളെ കുറിച്ചുള്ള കാര്യമായ ഒരു പരിശോധന ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം 2023 ഒരു വലിയ തീപിടുത്തമുണ്ടായ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ആ തീപിടുത്തത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങളും അതിന്റെ ഒരു വാർണിംഗ് സംവിധാനങ്ങളും ഒക്കെ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കേണ്ട ഒരു ബാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു മുന്നൊരുക്കം അവിടെ നടത്തിയിരുന്നു. ഈ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ എത്രമാത്രം കാര്യക്ഷമമായി അവിടെ നടത്തിയിരുന്നു എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു കൃത്യമായ ഓഡിറ്റ് നടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം 2023 തീപിടുത്തമുണ്ടായ ഒരു സ്ഥാപനത്തിന് പിന്നീട് പ്രവർത്തനാനുമതി നൽകാൻ ഉണ്ടായ സാഹചര്യം അല്ലെങ്കിൽ പ്രവർത്തനാനുമതി നൽകിയപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ഒരു പരിശോധന നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ സമഗ്രമായ ഒരു പരിശോധന തന്നെ നടക്കും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ തീപിടുത്തമുണ്ടായത് കോഴിക്കോട് നഗരഹൃദയത്തിലാണ്. ജയലക്ഷ്മി സിൽക്സിന്റെ നിലകൾ കത്തി നശിക്കുന്നു. റംസാനുമായി ബന്ധപ്പെട്ട് വലിയ സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പൂർണ്ണമായും കത്തി നശിക്കുന്ന പശ്ചാത്തലമാണ്. ഏറെ ഭീതിപ്പെടുത്തിയ ഒരു സംഭവമായി ഇത് മാറുന്ന പശ്ചാത്തലമൊരുങ്ങി. അതിനുശേഷം ഫയർഫോഴ്സൊക്കെ ഏറെ പണിപ്പെട്ടാണ് ഈ തീ അണയ്ക്കാനും മറ്റും സാധിച്ചത് എന്നുള്ളതാണ്. ഏതായാലും വലിയ മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു തീപിടുത്തമായി ഇത് മാറുകയും ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞു മരിച്ചതിൽ ഡോക്ടർ ബിന്ദു സുന്ദറിന് നിർബന്ധിത അവധി. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ആരോപണ വിധേയയായ ഡോക്ടറോട് അവധിയിൽ പ്രവേശിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത്. പാലോട് സ്വദേശി നിരഞ്ജനയുടെ കുഞ്ഞു മരിച്ചത് ചികിത്സാ പിഴവെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു. അരുൺ മോഹൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുൺ, ഈ സംഭവത്തിന്റെ പശ്ചാത്തലം ആദ്യമൊന്ന് വിവരിക്കാം. ഇവിടെ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ മരണം? ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ ആദ്യം നൽകിയ വിശദീകരണം എന്താണ്? ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ പറയുന്ന പൂർണ്ണ ഗർഭിണിയായ നെടുമങ്ങാട് സ്വദേശി കൂടിയായ ആദിവാസി കൂടിയായ രഞ്ജന കൃഷ്ണ എന്ന 37-കാരിയെ നെടുമങ്ങാട് ആശുപത്രിയിൽ പരിശോധനയ്ക്കായി എത്തിക്കുന്നത്. ഇവരുടെ പ്രസവ തീയതി കൊടുത്തിരുന്നത് 5-ാം തീയതി ആയിരുന്നു, മാർച്ച് 5-നായിരുന്നു. എന്നാൽ പരിശോധനയ്ക്ക് വേണ്ടി എത്തിയായിരുന്നു. ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ ആയിരുന്നു ഇവരെ പരിശോധിച്ച് വന്നിരുന്നത്. നിർദ്ദേശപ്രകാരം വന്നത്. തുടർന്ന് അടിയന്തരമായി അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നു. അഡ്മിറ്റ് ചെയ്തു തിങ്കളാഴ്ച. തുടർന്ന് ചൊവ്വാഴ്ചയോടുകൂടി ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ശസ്ത്രക്രിയ നടന്ന മണിക്കൂറുകൾക്കകം ബന്ധുക്കളോട് കുഞ്ഞു മരിച്ച വിവരമാണ് ഇവർ അറിയിക്കുന്നത്. തുടർന്ന് പ്രതിഷേധവുമായി ഈ പറയുന്ന ഇവരുടെ രഞ്ജനയുടെ ബന്ധുക്കളും രംഗത്തെത്തുന്നു. തുടർന്ന് പ്രതിഷേധമാകുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളും പ്രതിഷേധമായി എത്തുന്നു. ഈ സമയത്ത് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയായിരുന്ന ഡോക്ടറെയും തടഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. സൂപ്രണ്ടിനെ ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കി. തുടർന്ന് നെടുമങ്ങാട് നിന്ന് വൻ പോലീസ് സംഘം എത്തിയായിരുന്നു ഈ പറയുന്ന പ്രതിഷേധക്കാരെ ഒരു പരിധിവരെ നിയന്ത്രിച്ചത്. ഇവരുടെ നിലപാട് എന്ന് പറയുന്നത് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്യുക, സർവീസിൽ നിന്ന് നീക്കം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവർ രംഗത്തെത്തിയിരുന്നത്. പ്രതിഷേധം ആയെങ്കിലും നിരവധി ചർച്ചകൾ നടത്തിയെങ്കിൽ ഫലം കണ്ടില്ല. തുടർന്ന് RDOയുടെ സാന്നിധ്യത്തിൽ ഇവർക്ക് എതിരെ നടപടി സ്വീകരിക്കാം എന്നുള്ളൊരു അവസ്ഥയിലെത്തുന്നു. ഇതിനിടയിൽ തന്നെ മന്ത്രിയും ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവർക്കെതിരെ അന്വേഷണം നടത്താൻ ഉത്തരവ് വന്നിരുന്നു. ഈ ഡോക്ടറിനെതിരെ മുമ്പ് കൊല്ലത്ത് സമാനമായ അല്ലെങ്കിലും ഒരു ശസ്ത്രക്രിയ പിഴവ് സംഭവിച്ചതിന് അന്വേഷണം നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മുമ്പും ഇത്തരം ഒരു സംഭവം അന്വേഷണം നടന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിഷയം കൂടി വന്നതാണ് ഗൗരവം വർദ്ധിച്ചത്. തുടർന്ന് ഡോക്ടറോട് നിർബന്ധിത അവധിയിലേക്ക് പോകാൻ പറയുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയതോടുകൂടിയാണ് പ്രതിഷേധം ഒരു പരിധിവരെ ശ്രമിച്ചത്. ഇന്നും ഇതിന്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാവാനാണ് സാധ്യത. കാരണം ആശുപത്രിയിലെ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകൊണ്ട് ഇന്ന് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്താനും സാധ്യതയുണ്ട്. ഈ ഡോക്ടർക്ക് നിർബന്ധിത അവധി, ഈ ബിന്ദു എന്ന ഡോക്ടറാണല്ലോ ചികിത്സിച്ചത്, ബിന്ദു സുന്ദർ, ഇവർക്ക് നിർബന്ധിത അവധി കൊടുത്ത പശ്ചാത്തലം പ്രധാനമാണ്. ആരോഗ്യവകുപ്പിന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇവരുടെ പിഴവാണ് എന്നുള്ളത്. ഇന്നലെയൊക്കെ അവിടെ വലിയ പ്രതിഷേധമായിരുന്നു അല്ലേ? പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ഈ ഡോക്ടറുടെ അവധിയിൽ പ്രവേശിക്കാനും മറ്റും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത നടപടികൾ, കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുമോ അരുൺ?
തീർച്ചയായും പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഈ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്തൊരു യുവതിക്ക് നടത്തിയ ശസ്ത്രക്രിയയിൽ ഒരു പിഴവുണ്ടായി. അവർക്ക് വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നൊരു സംഭവമാണ്. വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. അതിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവർക്ക് ഇങ്ങനെ ഒരു അവർക്കൊരു ആരോപണവും കൂടി ഉയർന്നിരിക്കുന്നത്. പക്ഷേ അധികൃതർ പറയുന്നത് ഇവർക്കുണ്ടായ ശ്വാസമുട്ടലിനെ തുടർന്നാണ് ഈ കുട്ടിക്ക് മരണം സംഭവിച്ചതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ എന്ത് തന്നെ ആയാലും വിദഗ്ധമായ ഒരു പരിശോധനയും അന്വേഷണവും ഒക്കെ ആവശ്യമാണ് എന്നുള്ളൊരു ശക്തമായ നിലപാടിൽ തന്നെയാണ് ഇവരുടെ ബന്ധുക്കൾ ഇപ്പോൾ നിലകൊള്ളുന്നത്. ഏതായാലും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ഈ ഡോക്ടർ തൽക്കാലത്തേക്ക് അവധിയിൽ പ്രവേശിക്കാനാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞ് മരിക്കുകയായിരുന്നു. ഡോക്ടർ ബിന്ദു സുന്ദർ എന്ന ഡോക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയും മറ്റും നടത്തിയത്. ഇവരോട് അവധിയിൽ പ്രവേശിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. വലിയ പ്രതിഷേധങ്ങൾക്ക് ആശുപത്രി സാക്ഷ്യം വഹിച്ചു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. ഇപ്പോഴും ബന്ധുക്കളും മറ്റും പ്രതിഷേധത്തിലാണ്. പാലോട് സ്വദേശി നിരഞ്ജനയുടെ കുഞ്ഞാണ് ഇത്തരത്തിൽ മരിച്ചത്. ഏറെ ദാരുണമായ ഒരു സംഭവമായി അത് മാറുകയും ചെയ്തു. മറ്റൊരു വാർത്ത ഇന്നലെ പുറത്തു വന്നത് തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ മരിച്ചു. നിലമേൽ സ്വദേശികളാണ് ഈ 2 പേരും എന്നുള്ളതാണ്. പക്ഷേ ഭക്ഷ്യവിഷബാധ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. മീൻ കഴിച്ച മീനിനൊക്കെ ഫേമസായ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലാണ് വിഴിഞ്ഞത്ത്. നമുക്കറിയാം നിരവധി ഹോട്ടലുകൾ, മീൻ വിഭവങ്ങൾ നിറച്ച നിരവധി ഹോട്ടലുകൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചെന്നവർ കാണാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എത്രത്തോളമാണ്, എത്ര പഴക്കമുണ്ട് എന്ന കാര്യത്തിൽ നിന്നൊരു വ്യക്തതയില്ല. ഇവിടെയൊക്കെ ആരോഗ്യവകുപ്പിൻ്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും ഒക്കെ പരിശോധനയുണ്ടോ എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ജാഗ്രതയോടെ ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ട അവരുടെ പണി ഇതാണ്. പക്ഷെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കാണണം. പക്ഷെ എന്തായാലും 2 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഗൗരവതരമായ ഒരു കാര്യമാണ്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷെ 2 കുട്ടികളുണ്ടായിരുന്നു, അവർക്ക് പ്രശ്നങ്ങളില്ല. അതേസമയം മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് മറ്റ് 2 പേർ കൂടി ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച മറ്റ് 2 പേർക്ക് കൂടി ഭക്ഷ്യവിഷബാധയേറ്റു എന്നുള്ളതാണ്. അതും ഗൗരവതരമായ സാഹചര്യമാണ്. ഏതായാലും ഈ ഹോട്ടലിൽ നിന്ന് ശേഖരിച്ച ഭക്ഷണ സാമ്പിളുകളുടെ ഫലം ഇന്ന് വരുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. സംഭവത്തിൽ ഇതുവരെ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിക്കാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരത്തിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ 2 പേരുടെ വിവരം കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തു വന്നിട്ടുണ്ട്. അരുണ്, നമ്മൾ ഇന്നലെയൊക്കെ വാർത്ത കൊടുത്തത് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ഇവർ നാട്ടിലെത്തുന്നു, അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നു, വലിയ അസ്വസ്ഥതകൾ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ഭക്ഷ്യവിഷബാധയാണ് എന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഈ സാമ്പിളുകളുടെ ഫലം വരുന്നത്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഗൗരവമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ ഇപ്പൊ വിലയിരുത്താം. ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് എന്ന് തന്നെ വിലയിരുത്താം. കാരണം നമ്മൾ ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഒരു കുടുംബം, ഷാജിയുടെ കുടുംബത്തിലായിരുന്നു ഈ ഒരു ദുരന്തം ഉണ്ടായത്. ഷാജിയുടെ കുടുംബത്തിലാണ് ദുരന്തം ഉണ്ടായത്. ഒപ്പം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ തിരുവനന്തപുരം സ്വദേശിയായ 2 പേർക്കും ഇത്തരത്തിൽ ഇതേ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച 2 പേരും ആശുപത്രിയിലാണ് എന്നുള്ള ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ ഭക്ഷ്യസുരക്ഷയുടെ റിപ്പോർട്ട് നിർണായകമാണ്. ഹോട്ടലിൽ നിന്ന് ലഭിച്ച ഭക്ഷണത്തിന്റെ പ്രശ്നമാണോ എന്നുള്ളത് നിർണായകമായ ഒരു തന്നെയാണ്. അത് നമുക്ക് വരും മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. നേരത്തെ അറിയാവുന്ന പോലെ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അരുൺ, കേൾക്കാമോ? അരുണിലേക്ക് വരണം. ഏതായാലും ഗൗരവതരമായ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് ഹോട്ടലുകളിൽ അസ്മാക്ക് എന്ന ഹോട്ടലാണ്, വളരെ പ്രശസ്തമായ ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് കൂടിയാണ് ഇത്. ലൈവായും മറ്റും മീനും മറ്റും വിഭവങ്ങളും മറ്റും പാചകം ചെയ്ത് നൽകുന്ന ഒരു ഹോട്ടൽ കൂടിയാണ് ഇത്. അവിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഏതായാലും വലിയ തോതിലുള്ള ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ്. അരുണ, തുടരാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ പറയുന്ന നമ്മുടെ ഷാജി, നിലമേൽ സ്വദേശിയായ ഷാജി അവിടെ എത്തുന്നത്. എത്തി ഭക്ഷണം കഴിക്കുന്നത്, കുടുംബസമേത ഭക്ഷണം കഴിച്ച് ബുദ്ധിമുട്ട് അനുഭവത്തെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ എത്തുകയും അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത്. തൊട്ടു പിന്നാലെ ഗുരുതരമായ അവസ്ഥയിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ മാതാവും റഷീദയും മരണത്തിന് കീഴടങ്ങിയതോടെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. 2 പേരുടെ മരണത്തിന് കാരണമാകുന്നു. മാത്രമല്ല ഷാജിയുടെ ഭാര്യ സജീന ഇപ്പോഴും ICUലാണ്.
അങ്ങനെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇരിക്കുമ്പോഴാണ് രണ്ടുപേർ കൂടെ ഈ ഹോട്ടലിൽ നിന്ന് അത് സമാനമായ ബുദ്ധിമുട്ട് സൃഷ്ടിച്ച് അവർ ആശുപത്രി കഴിയുന്നത്. എന്തായാലും പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു. ചടയമംഗലം പോലീസാണ് ആ വിഷയത്തിൽ കേസെടുത്തത്. കാരണം ഇവരുടെ കുടുംബം കൊല്ലം സ്വദേശികളാണ്. ഇവരുടെ ചടയമംഗലം സ്റ്റേഷൻ പരിധിയിൽ വരുന്നതിനാൽ കേസെടുത്ത് അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇന്നലെ വന്ന് സാമ്പിളുകൾ ശേഖരിച്ചു പോയെങ്കിലും ഈ പറയുന്ന ഇതിന്റെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിന്റെ ഫലം ഇന്ന് നമുക്ക് ലഭിക്കുമെങ്കിലും ഇവരുടെ മരണകാരണത്തിനെ കുറിച്ച് കൂടുതൽ വ്യക്തത കൂടി വരണമെങ്കിൽ തീർച്ചയായും ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വരണമെന്നുള്ളതാണ് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മാത്രമല്ല, മറ്റു ഹോട്ടലുകളിലും ഇന്ന് വ്യാപകമായ പരിശോധന നടത്തും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും റിസൾട്ട് വരട്ടെ, ഈ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരട്ടെ. അപ്പോൾ ഇക്കാര്യത്തിലൊരു വ്യക്തതയുണ്ടാകും. ഇതുകൊണ്ടല്ല സംഭവിച്ചതെങ്കിൽ അത് ആ ഹോട്ടലിനോട് ചെയ്യുന്ന ഒരു നീതികേട് കൂടിയാണ്. പക്ഷേ ഇതുകൊണ്ടാണ് എങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു കൃത്യമായ റിസൾട്ട് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ഏതായാലും ആരോഗ്യവകുപ്പ് അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഗൗരവതരമായ അന്വേഷണം നടത്തുകയും വേണം. ഇത് മാത്രമല്ല, ഇവിടെ ഒതുക്കരുത്, സ്ഥിരമായ പരിശോധനകൾ, ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെയുള്ള നിരീക്ഷണങ്ങൾ ഒക്കെ ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരിക സാധാരണക്കാരായ അനവധി മനുഷ്യരായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാണ്, ഈ ആരോഗ്യവകുപ്പിനെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെയൊക്കെ വിശ്വസിച്ചാണ് നമ്മളെപ്പോലെയുള്ളവർ ഇത്തരം സ്ഥലങ്ങളിൽ പോയി ആഹാരവും മറ്റും കഴിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്താൽ നന്ന്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് സ്വർണ്ണക്കൊള്ളയിലേക്ക് ഒന്ന് പോകണം. അവിടെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇന്ന് നിർണായകമായ ദിവസമാണ്. കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിലെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. തട്ടിപ്പിൽ പങ്കില്ലെന്നും ആചാരകാര്യങ്ങളിൽ മാത്രമാണ് ഇടപെട്ടതെന്നുമാണ് തന്ത്രിയുടെ വാദം. ജാമ്യാപേക്ഷയെ എതിർക്കുകയാണ് SIT. തന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ് ദുരൂഹമെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് പ്രോസിക്യൂഷൻ നിലപാട്. വിനീഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനീഷ്, പ്രോസിക്യൂഷൻ അതിശക്തമായ നിലപാടിലാണ് തന്ത്രിക്കെതിരെ, സംശയമില്ല. പലവിധ കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ തന്ത്രി പറയുന്നത് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെട്ടത് എന്നുള്ളത്. ഇത് ആചാരവും ഔദ്യോഗിക കാര്യവും തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ട് ഈ വിഷയത്തിൽ. അത് കോടതി തീരുമാനിക്കണം എന്താണ് നിലപാടെടുക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്തൊക്കെയായിരുന്നു വാദങ്ങൾ, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വിജിലൻസ് കോടതി ഇന്ന് ജാമ്യ ഹർജിയിന്മേൽ വിധി പറയുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ ഭരണപരമായ കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ല എന്നായിരുന്നു വിഭാഗം കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചത്. പ്രമുഖ അഭിഭാഷകനായ B. രാമൻപിള്ളയാണ് ആ തന്ത്രിക്ക് വേണ്ടി ഹാജരായതും. അത് ഓൺലൈൻ മുഖേനയായിരുന്നു ആ തന്ത്രിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരായി വാദിച്ചത്. അതേസമയം തന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. SITയുടെ റിപ്പോർട്ട് മുൻനിർത്തി തന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകൾ അടക്കം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെങ്കിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി നിർത്തേണ്ടതില്ലല്ലോ എന്നായിരുന്നു പ്രോസിക്യൂഷൻ ശക്തമായി കോടതിയിൽ വാദിച്ചത്. അങ്ങനെ ഇരുവാദങ്ങളും കേട്ട കോടതി ഇന്ന് വിധി പറയാനായി മാറ്റുകയായിരുന്നു രഞ്ജിത്ത്. ഒരുപക്ഷെ വിജിലൻസ് കോടതി ജാമ്യ ഹർജികൾ തള്ളുകയാണെങ്കിൽ, അതായത് തന്ത്രിക്ക് ജാമ്യം ലഭ്യമാകാതെ ഇരിക്കുകയാണെങ്കിൽ മേൽക്കോടതിയെ അതായത് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട് രഞ്ജിത്ത്. ഏതായാലും തന്ത്രിക്ക് കാര്യങ്ങൾ അത്ര സുഗമമല്ല. തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത്. A. പത്മകുമാർ, അദ്ദേഹം അറസ്റ്റിലായിട്ട് ഏതാണ്ട് 90 ദിവസം പൂർത്തിയാകുന്നുണ്ട് ഇന്ന്. അദ്ദേഹവും ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ പത്മകുമാറിനും സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് തന്ത്രി ഈ വിഷയത്തിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. തന്ത്രി ആശുപത്രിയിലും ജയിലിലുമൊക്കെയായി ദിവസങ്ങളായി ഉണ്ടാകുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും അത്ര സുഗമമല്ല കാര്യങ്ങൾ. പ്രോസിക്യൂഷൻ കുരുക്കുകൾ മുറുക്കുന്നുണ്ട്. പ്രതിഭാഗം അതഴിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. തന്ത്രിക്ക് നിർണായകമായ ഒരു ദിവസമായി ഇത് മാറുകയാണ്.
ലൈംഗിക പീഡന പരാതി കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യൽ 3-ാം ദിവസത്തിലേക്ക്. അന്വേഷണവുമായി കാര്യമായി രാഹുൽ സഹകരിക്കുന്നില്ലെന്നാണ് SIT നൽകുന്ന സൂചന. ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും. അതേസമയം കസ്റ്റഡിയിലെടുത്ത ഫോണിന്റെ FSL പരിശോധന ഫലത്തിനായി കാത്തിരിക്കുകയാണ് SIT. 2ാമത്തെ പീഡനക്കേസിൽ പരാതിക്കാരിയായ യുവതി രഹസ്യമൊഴി നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിലാക്കാൻ അന്വേഷണ സംഘം നീക്കം നടത്തും. കോടതിയെ സമീപിക്കേണ്ടി വരും. ആദ്യ കേസ് പോലെ തന്നെ ഈ 2ാമത്തെ കേസിലും സമാനമായ തരത്തിൽ കോടതിയുടെ നിർദ്ദേശമുണ്ടായാൽ രാഹുലിനെ ചോദ്യം ചെയ്യാം. സംശയമില്ലാത്ത കാര്യമാണ് അത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതി എന്തു പറയുന്നു, കോടതിയുടെ കൃത്യമായ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്. കാരണം ഈ 3 കേസുകളിലും രാഹുലിന് ജാമ്യം കിട്ടിയ ഒരു പശ്ചാത്തലമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോടതി പലവിധ പരാമർശങ്ങൾ നടത്തിയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൂടി അതിൻ്റെ അനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ കോടതിയുടെ നിരീക്ഷണം വേണം എന്നുള്ളതാണ് നിർണായകമായ കാര്യം. കാത്തിരുന്ന് കാണാം എന്താണ് ഇക്കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ രാഹുൽ ഈശ്വറിന് അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. സമാന കുറ്റം ആവർത്തിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പരാതിക്കാരിക്കെതിരെ വീണ്ടും പോസ്റ്റ് ഇട്ടതോടെയാണ് ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി പ്രോസിക്യൂഷൻ കോടതിയെ സമീപിക്കുന്നത്. ജാമ്യം റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കണം എന്ന് കോടതി രാഹുലിന് നിർദ്ദേശം നൽകിയിരുന്നു. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുക. മറ്റു വാർത്തകളിലേക്ക് തിരിച്ചു വരാം ഒരിടവേളയ്ക്ക് ശേഷം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള 2ാം ഘട്ട ചർച്ചയ്ക്ക് കളമൊരുങ്ങുമ്പോഴും ആ മേഖലയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. അമേരിക്കയുടെ പ്രധാനപ്പെട്ട 2 യുദ്ധക്കപ്പലുകൾ ഉണ്ട് ഇറാന്റെ തീരത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് ഇറാന്റെ പ്രകോപനം അമേരിക്കയ്ക്കെതിരെ എന്നുള്ളതാണ്. തങ്ങൾ ആക്രമിച്ചാൽ അമേരിക്കയുടെ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടെ അപ്രതീക്ഷിതമായ മിസൈൽ വർഷവുമായി ഇറാൻ രംഗത്ത് വന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലും മറ്റുമാണ് സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ മണിക്കൂറുകളോളം ഇറാൻ അടച്ചിടുന്ന പശ്ചാത്തലമുണ്ടായി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയാണ് നീക്കമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ലോകത്തെ ഏറ്റവും ശക്തമായ സൈന്യത്തിന് കിട്ടുന്ന അടി ചിലപ്പോൾ അവരെ തിരിച്ചുവരാൻ സാധിക്കാത്ത വിധം തളർത്തിയേക്കാമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ മുന്നറിയിപ്പ്. ഇതിനിടെ ജനീവയിൽ നടന്ന ആണവ ചർച്ചകൾ ക്രിയാത്മകമായിരുന്നുവെന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അലി നഖ്വി വ്യക്തമാക്കി. അജയ് സുധാബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, നമ്മൾ ഒരു തലത്തിൽ സമാധാനം പുരോഗമിക്കുന്നു, സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നു, പക്ഷേ മറ്റൊരു തലത്തിൽ പരസ്പര സംഘർഷങ്ങൾ മൂർച്ഛിക്കുന്നു. ഇതൊരു പക്ഷേ ആദ്യമായിരിക്കാം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ പോലും സമാധാന ശ്രമങ്ങൾക്കിടയിൽ ആക്രമണം നടത്താൻ തയ്യാറായിരുന്നില്ല. ഒപ്പം നമുക്കറിയാം ഇസ്രായേലും പലസ്തീൻ സംഘർഷത്തിൽ പോലും പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഒരു അനുരഞ്ജനം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 2 കൂട്ടരും കടുപ്പിക്കുകയാണ്, പക്ഷേ സമാധാനമെന്ന് മറ്റൊരു തലത്തിൽ പറയുകയും ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഇറാനും അമേരിക്കയും ഒരിക്കലും പരസ്പരം വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. US-ന്റെ ഭാഗത്തു നിന്നായിരുന്നു കഴിഞ്ഞ ദിവസം വലിയൊരു പ്രകോപനം വന്നത്. അതായത് ഈ സമാധാന ചർച്ചകൾ അത് പുരോഗമിക്കുന്നതിനിടെ ട്രംപ് ഒരു പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി. അതായത് 2ാം റൗണ്ട് ആണവ ചർച്ചകൾ അത് നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇറാനിലുള്ള അവരുടെ ആണവ കേന്ദ്രങ്ങൾ തങ്ങളുടെ B-2 ബോംബറുകൾ ഉപയോഗിച്ച് നശിപ്പിക്കും എന്നൊരു ഭീഷണി അത് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഇറാൻ ഇപ്പോൾ രംഗത്ത് വന്നിരുന്നത്. അതായത് അടിച്ചാൽ ഒരു മടിയും കാണിക്കില്ല, തിരിച്ചടിച്ചിരിക്കും എന്നാണ് ഇറാന്റെ നിലവിലെ ഒരു പ്രവൃത്തി കൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിലേക്ക് വലിയൊരു മിസൈൽ വർഷം നടത്തി അത്തരമൊരു വലിയ സൈനിക അഭ്യാസത്തിലേക്കാണ് അവരിപ്പോൾ കടന്നിരിക്കുന്നത്. ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്തിലെ തന്നെ എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്നത് ഈ കടലെടുക്ക് വഴിയാണ്. ഈ കടലെടുക്ക് മണിക്കൂറുകളോളം അടച്ചിട്ടുകൊണ്ടാണ് ഇറാന്റെ ഈ സൈനികാഭ്യാസം ഈ സമയത്ത് നടന്നത്. ജനീവയിൽ വെച്ച് ഈ 2ാം റൗണ്ട് ആണവ ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. അതിനിടയിലാണ് ഇറാന്റെ ഇത്തരത്തിലുള്ള മിസൈൽ വർഷം നടത്തിയുള്ള സൈനികാഭ്യാസം. ഇത് അമേരിക്കയുടെ ഇവിടെ എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനെയൊന്നും കേന്ദ്രീകരിച്ചായിരുന്നില്ല ഇത്തരം ഒരു മിസൈൽ വർഷം എന്ന് പറയുന്നത്. കടലിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്
സ്ഥലങ്ങളിലേക്കാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്. ഇറാൻ്റെ തന്നെ വാർത്താ ഏജൻസിയായിട്ടുള്ള തസ്നിം അവർ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ സൈനികാഭ്യാസം നടത്തി അത് കൃത്യസ്ഥാനങ്ങളിൽ പതിക്കുകയും ചെയ്തു എന്നാണ് ഈ തസ്നിം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ പ്രസ്താവന കൂടി ഈ സൈനികാഭ്യാസത്തിന് പിന്നാലെ പുറത്തു വരുന്നുണ്ട്. അതായത് ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഭീഷണിക്ക് ഒരു ചുട്ട മറുപടി തന്നെയാണ് ഖമനൈ പറഞ്ഞത്. അതായത് US ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ സൈന്യം എന്നുള്ള ട്രംപിൻ്റെ പ്രസ്താവന അത് ഖമനൈ അംഗീകരിക്കുന്നുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ലോകത്തിലെ ഏറ്റവും ശക്തമായ സേനയ്ക്ക് ലഭിക്കുന്ന അടി ചിലപ്പോൾ അവരെ തിരിച്ചെഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധം തളർത്തിയേക്കാം എന്നൊരു ഭീഷണിയാണ് ഖമനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം ജനീവയിൽ വെച്ച് നടന്ന ചർച്ചകൾ അത് ക്രിയാത്മകമായിരുന്നു എന്ന് തന്നെയാണ് ഇറാൻ്റെ പ്രതിനിധിയായിട്ടുള്ള അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ രണ്ട് കൂട്ടർക്കും ഒരുപോലെ യോജിക്കാൻ സാധിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ആണവ കരാറിൽ ഒപ്പിടുന്ന അത്ര ഒരു വലിയ നീക്കത്തിലേക്ക് പോകാറായിട്ടില്ല. അതിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്നാണ് അബ്ബാസ് അരക്ചി വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ പ്രതിനിധികളായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തത് സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ ജെറഡ് കുഷ്ണറുമാണ്. അവിടെ ഒമാൻ്റെ മധ്യസ്ഥതയിലായിരുന്നു ഇത്തരത്തിൽ ഈ ചർച്ചകൾ ജനീവയിൽ വെച്ച് നടന്നത്. ഒമാനി അംബാസഡറുടെ വസതിയിൽ വെച്ചായിരുന്നു ഈ ചർച്ചകൾ പുരോഗമിച്ചിരുന്നതും. ഇതിൽ ഇപ്പോൾ ഈ ഇറാൻ്റെ ഈ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി അദ്ദേഹം വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും US-ൻ്റെ പ്രകോപനങ്ങൾ തന്നെയാണ്. US ഇറാനെതിരെ എന്തെങ്കിലും ഒരു ചെറിയ സൈനിക നടപടി സ്വീകരിച്ചാൽ അതിന് തക്കതായിട്ടുള്ള മറുപടി നൽകുമെന്നും ഈ ചർച്ചകൾ കഴിഞ്ഞ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ്റെ ഒരു ആണവ പദ്ധതി എന്ന് പറയുന്നത് സമാധാന നീക്കങ്ങൾക്കായിട്ടുള്ള ആണവ ഗവേഷണങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന് ഇറാനെ തടയാനാകില്ല എന്നൊരു സന്ദേശം കൂടി അബ്ബാസ് അരക്ചി ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ സംഭവിച്ച വലിയൊരു പ്രകോപനം തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അമേരിക്കയും വിട്ടുകൊടുക്കുന്നില്ല. അമേരിക്കയും ഇതേ നാണയത്തിൽ തന്നെയാണ് അവർ സാധാരണ മറുപടികൾ നൽകാറുള്ളത്. എന്തായാലും ഇറാൻ്റെ ഈ സൈനികാഭ്യാസത്തിന് അമേരിക്കയുടെ മറുപടി എന്താകുമെന്ന് ആശങ്കയോടെ തന്നെ കാത്തിരിക്കുകയാണ് ലോകം. അമേരിക്കയുടെ മറുപടി എന്താകും എന്നുള്ളതാണ്. അതിനിടയ്ക്കാണല്ലോ ഈ സമാധാന ചർച്ചകൾ മറ്റു തലത്തിൽ പുരോഗമിക്കുന്നത്. അജയ്, അത് വലിയ വിജയമാകുമെന്നുള്ള പ്രതീക്ഷയൊക്കെ പല രാജ്യങ്ങളും പങ്കുവെക്കുന്നുണ്ട്. മധ്യസ്ഥരൊക്കെ ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇസ്രായേൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഇറാൻ്റെ ഭീഷണികൾ അമേരിക്കയെ ഒരു പരിധി വരെയെങ്കിലും അമ്പരപ്പിക്കുന്ന പശ്ചാത്തലമുണ്ടോ? ഇറാനെ പോലെ ഒരു രാജ്യത്തെ ഒറ്റ ദിവസം കൊണ്ട് തകർക്കാമെന്നൊക്കെ പലപ്പോഴും വീമ്പ് പറയുന്ന അമേരിക്കയ്ക്ക് മറ്റു സ്ഥലങ്ങളിൽ ഇടപെട്ടതുപോലെ ഇറാനിൽ ഇടപെടാനുള്ള പരിമിതികൾ എന്തൊക്കെയാണ്? വർഷങ്ങളായി തന്നെ അമേരിക്ക ഇറാൻ്റെ കഴുത്തിലൊരു പിടിമുറുക്കാൻ പല ഘട്ടങ്ങളിലായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും അവരുടെ ഒരു ആണവ പദ്ധതികൾ, അതിലുള്ള നിയന്ത്രണം, അതാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു ആണവ പരീക്ഷണങ്ങൾ അതൊരിക്കലും മേഖലയിലെ തങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടാളിയായിട്ടുള്ള ഇസ്രായേലിന് ഭീഷണിയായിട്ട് വരരുത്. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ US-ൻ്റെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു ഭീഷണിയായി വരരുത്. US-ന് തന്നെ നാളെ ഒരു US-ന് നേരെ ഒരു വിരൽ ചൂണ്ടാൻ ഇറാനെ അനുവദിക്കരുത്. ഇതെല്ലാമാണ് US-ൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്നതാണ്. മേഖലയിലുള്ള ഇറാൻ്റെ മിസൈൽ പരീക്ഷണങ്ങൾ കൂടി പൂർണ്ണമായിട്ടും നിർത്തിവെക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു ആഗ്രഹം. അത് ഒരുപക്ഷെ ഈ ഗാസയിൽ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തുന്ന ഇടപെടലുകൾ അതിൽ തങ്ങൾക്ക് ഒരു ഭീഷണിയായിട്ട് ഇറാൻ നാളെ മാറരുത് എന്നുള്ളൊരു മുൻകരുതൽ കൂടി ഇസ്രായേലിനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഇസ്രായേലും ഇറാനും തമ്മിൽ വളരെ ഒരു വലിയ സംഘർഷത്തിലേക്ക് ഏർപ്പെട്ടിരുന്നു. അതിലേക്ക് അമേരിക്ക കൂടി ഇടപെടുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. വളരെ ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമായിരുന്നു ആ സമയത്ത് ഉടലെടുത്ത് വന്നത്. അപ്പോൾ ഇത്തരത്തിൽ സമാനമായിട്ടുള്ളൊരു സാഹചര്യം നാളെ ഉണ്ടാകാതിരിക്കാൻ ഈ ഇറാൻ്റെ മിസൈൽ കേന്ദ്രങ്ങൾ കൂടി അതിനും ഒരു നിയന്ത്രണം കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ ആഗ്രഹം. അതുതന്നെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു
നെതന്യാഹുവും ട്രംപുമായി നടന്ന ചർച്ചയിലും നെതന്യാഹു മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ US ഇത്തരം കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. അവരുടെ മിസൈൽ കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ മിസൈൽ നിർമ്മാണത്തിൽ നിയന്ത്രണം വരുത്തണം എന്നും US ആഗ്രഹിക്കുന്നില്ല. USന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവരുടെ ആണവ നിലയങ്ങൾ, ആണവ പരീക്ഷണങ്ങൾ, അതിനൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഇറാൻ എന്നാൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആണവ പരീക്ഷണങ്ങൾ നിയന്ത്രണം കൊണ്ടുവരാം, എന്നാൽ ഇത് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് ഇറാന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അബ്ബാസ് അരക്ചി, ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കിയതും അതുതന്നെയാണ്. സമാധാന ആവശ്യത്തിനായി ആണവ ഊർജ്ജം ഉപയോഗിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനി ട്രംപിന്റെ പ്രതികരണം വരേണ്ടതുണ്ട്. എല്ലാ കാര്യത്തിനും പ്രകോപനപരമായി പ്രതികരിക്കുന്ന ട്രംപ് ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് നോക്കിയിരുന്നു തന്നെ കാണാം. തീർച്ചയായും അതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ആണവ ചർച്ചകൾ, ആണവ നിലപാടുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു തലത്തിൽ പുരോഗമിക്കുന്നു, മറുതലത്തിൽ പരസ്പരം ഭീഷണികൾക്കും യാതൊരു പഞ്ഞവുമില്ല. അങ്ങനെ വല്ലാത്ത അരക്ഷിതാവസ്ഥയിൽ, ആശങ്കയിലാണ് ആ മേഖല എന്നുള്ളത് പ്രധാനമാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ മഞ്ഞുരുകുന്നു. വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ താരിഖ് റഹ്മാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ധാക്കയിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിന്നാലെയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ക്ഷണക്കത്ത് കൈമാറിയത്. അയൽ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഇന്ത്യ ഒപ്പമുണ്ടാകുമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, ഇന്ത്യയുമായുള്ള സൗഹൃദം അത് ഊട്ടി ഉറപ്പിക്കേണ്ടത് നേരത്തെ മുതൽ നമുക്കറിയാം. പല തലങ്ങളിൽ ബംഗ്ലാദേശിനെ ഒരുപാട് സഹായിച്ചിട്ടുള്ള രാജ്യമാണ് നമ്മൾ. ഈ സൗഹൃദം ഊട്ടി ഉറപ്പിക്കേണ്ടത് അസ്ഥിരമായ സാമ്പത്തിക പ്രശ്നങ്ങളുള്ള, നിരവധി ആഭ്യന്തര സംഘർഷങ്ങളിൽ വലയുന്ന ആ രാജ്യത്തിന് അത്യന്താപേക്ഷിതവുമാണ്. ഈ ക്ഷണം താരിഖ് റഹ്മാൻ ഏറെ ആത്മാർത്ഥതയോടെ, ഏറെ ഗൗരവത്തോടെ കാണുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇന്ത്യയെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാനാകില്ല. 3 സ്ഥലവും ഇന്ത്യയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ തന്നെ അവർ എല്ലാ കാലത്തും ഇന്ത്യയെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. അത് എത്രയൊക്കെ പുതുതായി അവരുടെ തോളിൽ കൈയിടാൻ വരുന്ന പാകിസ്ഥാൻ സഹായിക്കാമെന്ന് പറഞ്ഞാലും, അതുപോലെ ചൈന സഹായിക്കാമെന്ന് പറഞ്ഞാലും, അതൊന്നും തന്നെ ഇന്ത്യയുടെ ഒരു സഹായത്തിന് ഒരു പകരമാകില്ല. ഭൂമിശാസ്ത്രപരമായും അല്ലാതെ മറ്റ് മേഖലകളിലായും എല്ലാ തലത്തിലും ഇന്ത്യയെ അവർ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാനാകൂ. അത് ഇപ്പോൾ താരിഖ് റഹ്മാന്റെ പ്രസ്താവനകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അദ്ദേഹം രാജ്യത്തുള്ള ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് പറയുമ്പോഴും ഇന്ത്യയുമായി ഒരു നല്ല ബന്ധം പുലർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ, ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ അതെല്ലാം ജനങ്ങൾക്കിടയിൽ പലതരത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനവും അതുപോലെ പുതുതായി അവിടെ ഉയർന്നു വന്നിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പാർട്ടിയായിട്ടുള്ള നാഷണൽ സിറ്റിസൺ പാർട്ടി, ഇതിൻ്റെ സ്വാധീനവും അത് എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. ഈ പാർട്ടികൾക്ക് ബംഗ്ലാദേശിൽ ചെറുതല്ലാത്തൊരു സ്വാധീനവുമുണ്ട്. അതുതന്നെയാണ് 68 സീറ്റുകളിൽ ജമാഅത്തെ ഇസ്ലാമി അവിടെ പാർലമെന്റിലേക്ക് വിജയിച്ച് കയറിയതും. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ജനങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഇത്തരത്തിൽ ഒരു വികാരമുണ്ട്, ഇന്ത്യ വിരുദ്ധ വികാരം അവിടെ ഒരു ചെറിയ തോതിലുള്ള ഒരു ന്യൂനപക്ഷത്തിലേക്കെങ്കിലും വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായി ഇത്തരമൊരു വികാരത്തെ തള്ളിക്കളയാതെ എന്നാൽ ഇന്ത്യയെ പിണക്കാതെയുള്ള ഒരു നിലപാടാണ് താരിഖ് റഹ്മാൻ പലപ്പോഴായി പൊതുവേദികളിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ത്യ ഒരു സൗഹൃദത്തിൻ്റെ കൈ തന്നെയാണ് ബംഗ്ലാദേശിന് നേരെ നീട്ടുന്നത്. അതുതന്നെയാണ് നമ്മുടെ ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർള ഈ താരിഖ് റഹ്മാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതും അദ്ദേഹവുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയതും. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണക്കത്തും ആശംസയും താരിഖ് റഹ്മാന് കൈമാറുക കൂടി ചെയ്തിട്ടുണ്ട്. ഇതിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് എല്ലാവിധ ആശംസയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരുന്നുണ്ട്. അതുപോലെ തന്നെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കുമായി എല്ലാവിധ സഹായങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ജനാധിപത്യപരവും പുരോഗമനപരവുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയുടെ സഹായം ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പും തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. താരിഖ് റഹ്മാനെ ഇന്ത്യ സന്ദർശനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ടാണ് ഈ കത്ത് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഓം ബിർളയ്ക്ക് വലിയ തരത്തിലുള്ള ഒരു സ്വീകരണം തന്നെയാണ്. അപ്പോഴും ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അജയ്, അതിൽ എന്താണ് നിലപാടെടുക്കുക എന്നുള്ളതാണ്. ഈ അധികാരമേറ്റ ആദ്യം തന്നെ PNB ആവശ്യപ്പെട്ടത് ഷെയ്ഖ് ഹസീന ഇന്ത്യ കൈമാറണമെന്നാണ്. പക്ഷെ അത് സംഭവിക്കാൻ സാധ്യതയില്ല. ഈ വിഷയം ഒരു തലത്തിൽ നിൽക്കുമ്പോഴാണ്
അവരുമായുള്ള ബന്ധം നമ്മൾ ദൃഢമാക്കേണ്ടത്? വല്ലാത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അത്തരം കാര്യങ്ങളിൽ. തീർച്ചയായിട്ടും അവിടെ രാജ്യത്ത് ഉണ്ടായി വന്നിട്ടുള്ള ഒരു ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ, അവിടെ ജനങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഇത്തരം കാഴ്ചപ്പാടുകളുണ്ട്. അതുപോലെ തന്നെ ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു ആരോപണങ്ങൾ അതിനൊക്കെ ഒരു ശക്തിയേറുന്നുമുണ്ട്. ഇക്കാര്യത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം താരിഖ് റഹ്മാനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ എന്താണ് നിലപാടെന്നുള്ളത്. അതിൽ താരിഖ് റഹ്മാൻ പറഞ്ഞത് നിയമപരമായി സാധിക്കുന്നതെല്ലാം ചെയ്യും, അത്തരത്തിൽ അവരെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ളതാണ് താരിഖ് റഹ്മാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനകൾ അത് ജമാഅത്തെ ഇസ്ലാമി പോലെ അവിടുത്തെ പ്രതിപക്ഷ സംഘടനകളെ പോലെ അത്ര പ്രകോപനപരമല്ല എന്ന് കാണാൻ സാധിക്കും. ഒരു മയപ്പെട്ട നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. 17 വർഷം നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷമാണ് അദ്ദേഹം 2 പതിറ്റാണ്ട് കാലം അധികാരത്തിൽ നിന്ന് മാറി നിന്ന തൻ്റെ പാർട്ടിയായിട്ടുള്ള BNP അവിടെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു നീണ്ട വർഷം മാറി നിന്ന് അധികാരത്തിലേക്ക് തിരിച്ചു വന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ച് രാജ്യത്തിൻ്റെ പുരോഗതി കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ തൻ്റെ നീക്കങ്ങൾ അത് സജീവമാക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സാമ്പത്തികമായ എല്ലാം വളരെ വലിയൊരു തകർച്ചയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇന്ത്യയെ പൂർണ്ണമായി പിണക്കി ഒരിക്കലും താരിഖ് റഹ്മാൻ മുന്നോട്ട് പോകില്ല. അതുതന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ആശ്വാസവും. അതുപോലെ തന്നെ അദ്ദേഹം ഉറപ്പ് നൽകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും, അവർക്ക് ഒരു നല്ല ഭാവി ഉറപ്പാക്കും എന്നുള്ളതെല്ലാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഈ തീ കൊളുത്തി കൊല്ലപ്പെട്ട ദീപു ചന്ദ്രദാസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകും, പുതിയ സാമ്പത്തിക പ്രഖ്യാപനങ്ങളെല്ലാം ആ കുടുംബത്തിന് നൽകുന്നു. അപ്പോൾ ഇതെല്ലാം BNPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രഖ്യാപനങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെയുള്ള ന്യൂനപക്ഷ സമൂഹമായിട്ടുള്ള ഹിന്ദുക്കളുടെ സംരക്ഷണം കൂടി ഉറപ്പ് നൽകുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അത് തീർച്ചയായിട്ടും ഒരു ഇന്ത്യക്കൊരു ആശ്വാസം നൽകുന്നതാണ്. ഇന്ത്യക്ക് ഒരു സൗഹൃദത്തിൻ്റെ കൈ അത് ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഭാഗികമായെങ്കിലും വരുന്നത് അത് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു ആശ്വാസം തന്നെയാണ്. തീർച്ചയായും അജയ് സുധാബിജു വിവരങ്ങൾ വിശദമായി തന്നെ പങ്കുവച്ചു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക്. പ്രധാനപ്പെട്ട 20 കരാറുകൾ ഒപ്പുവെച്ചു. പ്രതിരോധം, AI, ബഹിരാകാശ സാങ്കേതികവിദ്യ തുടങ്ങിയ നിർണായക മേഖലകളിൽ സഹകരിക്കാനാണ് തീരുമാനം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തിനിടയിലാണ് കരാറുകൾ ഒപ്പിട്ടത്. ഇന്നത്തെ സമ്മിറ്റിൽ മാക്രോൺ പങ്കെടുക്കും എന്നുള്ള വിവരം കൂടി ഇക്കണ്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. ഇമ്രാൻഖാന്റെ ആരോഗ്യനിലയിൽ ആശങ്ക അറിയിച്ചും മതിയായ ചികിത്സ ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചു മുൻ ക്രിക്കറ്റ് താരങ്ങൾ. ഈ ആവശ്യം ഉന്നയിച്ച് 14 മുൻ ക്യാപ്റ്റന്മാർ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന് കത്തയച്ചു. ഗ്രേഗ് ചാപ്പൽ, ഇയാൻ ചാപ്പൽ, സുനിൽ ഗവാസ്കർ, കപിൽ ദേവ്, അലൻ ബോർഡർ, സ്റ്റീവ് വോ എന്നിവരാണ് കത്തിൽ ഒപ്പിട്ട ക്യാപ്റ്റന്മാർ. ഇമ്രാൻഖാന്റെ ആരോഗ്യനില മോശമാവുകയാണെന്നും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്നും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചിരുന്നു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് റമദാൻ വ്രതാരംഭം. സൗദി അറേബ്യയിൽ മാസപ്പിറവി ദൃശ്യമായതോടെ UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ എന്നീ രാജ്യങ്ങളിൽ ഇന്ന് റംസാൻ 1 ആയിരിക്കും. എന്നാൽ മാസപ്പിറ ദൃശ്യമാകാത്തതിനാൽ ഒമാനിൽ നാളെ മുതലായിരിക്കും വ്രതാരംഭം. റംസാൻ വ്രതാരംഭത്തിന് ഇസ്ലാം മതവിശ്വാസികൾ ഒരുങ്ങി. സംസ്ഥാനത്ത് നാളെ തുടക്കമാണ്. മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ നാളെ റംസാൻ 1 ആയിരിക്കുമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയും ദക്ഷിണ ജമയത്തുലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവിയും അറിയിച്ചു. പള്ളികളിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. സക്കാത്ത് നൽകിയും പരമാവധി സമയം ഖുറാൻ പാരായണം ചെയ്തുമാകും ഇനിയൊരു മാസം വിശ്വാസ സമൂഹം കഴിയുക. മതസാഹോദര്യത്തിന്റെ സന്ദേശം പകർന്ന് വിഷ്ണുമൂർത്തി തെയ്യം ജുമാ മസ്ജിദിലേക്ക് എഴുന്നള്ളി. കാസർഗോഡ് പെരുമ്പട്ട പടാർകുളങ്ങര ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായാണ് തെയ്യം മസ്ജിദിലെത്തിയത്. തെയ്യത്തിന് ജമാഅത്ത് ഭാരവാഹികൾ ഊഷ്മളമായ സ്വീകരണം നൽകി. മനുഷ്യർക്കിടയിലെ സാഹോദര്യം എന്നും നിലനിൽക്കണമെന്നും നിസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് മുടക്കം വരുത്തരുതെന്ന ഉപദേശവും നൽകിയാണ് തെയ്യം മസ്ജിദിൽ നിന്ന് മടങ്ങിയത്. മതസാഹോദര്യത്തിന്റെ സന്ദേശമുയർത്തി പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വിഷ്ണുമൂർത്തി തെയ്യം പതിവ് പോലെ മുസ്ലിം സഹോദരങ്ങൾക്ക് ദർശനമേകുവാൻ ഇക്കുറിയും പെരുമ്പട്ട ജുമാ മസ്ജിദിലെത്തി. തെയ്യത്തിന്റെ അരുളപ്പാടുകൾക്ക് കാതോർത്ത് 100 കണക്കിന് പേരാണ് പള്ളിയിലെ മഖാമിന് മുന്നിലെത്തിയത്.
പെരുമ്പട്ട താഴേത്തിടം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന്റെ സമാപന ദിവസമാണ് ക്ഷേത്രത്തിൽ കെട്ടിയാടിയ വിഷ്ണുമൂർത്തി തെയ്യം സമീപത്തെ മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദിലേക്ക് എത്തിയത്. 400 വർഷങ്ങൾക്കപ്പുറമുള്ള വിശ്വാസ പാരമ്പര്യത്തിനാണ് ഈ ചടങ്ങിലൂടെ നാട് സാക്ഷ്യം വഹിച്ചത്. ക്ഷേത്രസ്ഥാനികർ മകാമിന് മുന്നിൽ ചന്ദനത്തിരികൾ കത്തിച്ചു വെക്കുന്നത് ചടങ്ങിന്റെ ഭാഗമാണ്. മകാമിലെ ദേവചൈതന്യത്തോട് തിരുവായി മൊഴിഞ്ഞ തെയ്യം കൂടി നിൽക്കുന്ന ഭക്തർക്കും അനുഗ്രഹം ചൊരിഞ്ഞു. മനുഷ്യർക്കിടയിലെ സാഹോദര്യം എന്നും നിലനിന്നു പോരണമെന്നും നിസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് മുടക്കം വരുത്തരുതെന്നും ഉപദേശം നൽകിയാണ് തെയ്യം മടങ്ങിയത്. ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്ന് കരുതുന്ന താഴേത്തിടം ക്ഷേത്രവും ഇത്ര തന്നെ പഴക്കമുള്ള ഇവിടത്തെ മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദും തേജസ്വിനി പുഴയുടെ ഒരേ കരയിൽ തന്നെയാണ്. പഴയകാലത്ത് പരദേവത നെൽക്കറ്റകൾക്ക് മുകളിലൂടെയാണ് പള്ളിയിലേക്ക് എത്തിയിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അന്ന് വളരെ സാഹസികമായിട്ടാണ് ഈ സൗഹൃദം നടപ്പിലാക്കിയത്. വളരെ പ്രയാസപ്പെട്ട ഒരു കാലമാണ്. നായാട്ടിന് പോക്കും അതേപോലെ തന്നെ ഈർപ്പിലെ പൂപ്പ് വിളിയും അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ദാരിദ്ര്യം പിടിച്ചൊരു കാലമായിരുന്നു. അപ്പൊ ആ ഒരു കാലത്തിൽ തന്നെ ഇത് വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം. വളർന്നു വരുന്ന തലമുറക്ക് അതിന്റെ മനസ്സിന്റെ അകത്ത് വർഗീയത, തീവ്രവാദ, ഭീകരവാദം ഇതൊക്കെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സന്ദേശമായി ഇതിനെ മാറും. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഇവിടെ ആചാരങ്ങൾ അതേ പവിത്രതയോടെ തുടർന്നു പോരുന്നു. മുൻകാലത്ത് കളിയാട്ടത്തിലെ നായാട്ടിലുമെല്ലാം ഇരു മതസ്ഥരും ഒരുമിച്ചായിരുന്നു പങ്കെടുത്തിരുന്നത്. ക്ഷേത്രത്തിൽ ഇപ്പോഴും മുസ്ലിം സഹോദരങ്ങൾക്ക് വിലക്കുകളില്ല. പരസ്പര സഹകരണത്തോടെയാണ് പ്രദേശത്ത് ആരാധനാലയങ്ങളിൽ ഉത്സവവും ഉറൂസുമെല്ലാം നടക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാനത്തെ ബാറുകൾ ഇന്ന് മുതൽ രാത്രി 12 വരെ പ്രവർത്തിക്കും. രാവിലെ 10 മണിക്കാണ് ബാറുകൾ തുറക്കുക. ബാറുകളുടെയും ബിയർ വൈൻ പാർലറുകളുടെയും പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചത് ഇന്നലെയാണ്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനവും ഇറക്കിയിരുന്നു. ടൂറിസം മേഖലകളിലെ 5 സ്റ്റാർ ബാർ ഹോട്ടലുകൾക്ക് പുലർച്ചെ 3 വരെയും പ്രവർത്തിക്കാം. വാർഷിക ലൈസൻസ് ഫീസിന് പുറമെ 5 ലക്ഷം രൂപ നൽകുന്നവർക്കാണ് ഈ ഇളവ്. സർക്കാർ തീരുമാനത്തെ പ്രതിപക്ഷം എതിർക്കാനാണ് സാധ്യത. ആവിഷ്കാര സ്വാതന്ത്ര്യം വെല്ലുവിളി നേരിടുന്നുവെന്നും അത് ഫാസിസത്തിന്റെ ലക്ഷണമാണെന്നും നടൻ പ്രേംകുമാർ. ഒരു വ്യക്തിക്ക് നിർഭയമായി അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടാകണം. CPM-മായി അകന്ന പ്രേംകുമാർ ഇന്നലെയാണ് കോൺഗ്രസ് വേദിയിലെത്തിയത്. മത്സര സാധ്യത അല്ലാതെയായിരുന്നു പ്രേംകുമാറിന്റെ പ്രതികരണം. വേണ്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ വേണം. അത് എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യമാണ്. ദേശീയ തലത്തിൽ ഒരു ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനം, ഇത്രയും വലിയ ഒരു രാഷ്ട്രത്തിന് സംഭാവന നൽകിയ ഒരു മഹാപ്രസ്ഥാനം, അത് ജീർണിച്ചു പോകരുത്. അത് നിലനിൽക്കുക എന്നുള്ളത് രാജ്യത്തിന്റെ ആവശ്യമാണ്. എല്ലാ ജനാധിപത്യ വിശ്വാസികളും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ്. അതൊരു മതേതരത്തിനെതിരായ ശക്തികൾക്കൊക്കെ എതിരെ ഉള്ള ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ ബദൽ എന്ന് പറയുന്നത് തന്നെയാണ്. എന്നെ അവിടെ നിന്ന് മാറ്റിയോ പുറത്താക്കിയോ എന്നുള്ളതല്ല എന്റെ വിഷയം. ആ മാറ്റിയ രീതി, ഒരാളെ അവിടെ നിന്ന് മാറ്റുമ്പോ അതറിയുന്നത് മാധ്യമങ്ങളിൽ കൂടിയാണോ അറിയേണ്ടത്? അതാണ്, അത് മാധ്യമങ്ങളിൽ കൂടി അറിയേണ്ടി വന്ന ഗതികേടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വളരെ മിണ്ടാപ്പൂച്ചകളായപ്പോൾ പ്രേംകുമാർ സർക്കാരിനെ വിമർശിക്കാൻ ധൈര്യം കാണിച്ചുവെന്നാണ് പരിപാടിയിൽ സാംസ്കാരിക സാഹിത്യ ചെയർമാൻ CR മഹേഷ് MLA പറഞ്ഞത്. CPM-നെ സ്നേഹിച്ചവർ ഈ ഭരണം വെറുക്കുന്നുവെന്ന് VS അച്യുതാനന്ദന്റെ മുൻ PA A സുരേഷ്. പാലക്കാട് പുതുയാത്രയിൽ പങ്കെടുത്ത സുരേഷിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. കോതമംഗലത്ത് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ പുതിയ സാങ്കേതിക വിദ്യയുമായി കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ വിദ്യാർത്ഥികൾ. താലൂക്കിലെ 5 പഞ്ചായത്തുകളിൽ ആന, കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ പുതിയ ഉപകരണം വികസിപ്പിച്ചത്.
കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെയും NSSന്റെയും നേതൃത്വത്തിലാണ് പുതിയ ഉപകരണം രൂപകൽപ്പന ചെയ്തത്. സെൻസറുള്ള ഉപകരണം വന്യമൃഗങ്ങളുടെ ചലനം തിരിച്ചറിഞ്ഞ് ഉടൻ അലാറം മുഴക്കുന്നു. ഇതിലൂടെ ആളുകൾക്ക് മുൻകരുതലെടുക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും കഴിയും. ബാറ്ററിയിലും സോളാർ സംവിധാനത്തിലും ഉപകരണം പ്രവർത്തിക്കും. അതിനാൽ വൈദ്യുതി ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഇത് സ്ഥാപിക്കാനാകും. കുറഞ്ഞ ചെലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഉപയോഗിക്കാവുന്ന സംവിധാനം മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിന് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. തട്ടേക്കാട്, പുന്നേക്കാട് മേഖലകളിൽ ഉപകരണം സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെയാണ് കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് ഇത്തരം ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. സ്വാശ്രയ മേഖലയിൽ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം അക്കാദമിക് രംഗത്തും മറ്റു വിവിധ മേഖലകളിലും കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു മൗഢ ഉദാഹരണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ കോതമംഗലം മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ നേരിടുന്ന ഈ ഒരു വലിയ പ്രശ്നത്തെ, കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്ന നിലയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആലോചനയുടെ തുടർച്ചയിലാണ് കോളേജ് ഇത്തരം ഒരു ഉപകരണം, അത് കുട്ടികൾ തന്നെയാണ്, അതാണ് പ്രത്യേകം നമ്മളൊരു പ്രോത്സാഹനം കൊടുക്കേണ്ടത്. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ തന്നെയാണ് ഈ ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്ത്. തീർച്ചയായിട്ടും ഇത് വനംവകുപ്പിന്റെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും വനംവകുപ്പ് മേധാവിയുടെയും ഒക്കെ ശ്രദ്ധയിലും ഈ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ശ്രമത്തെ സംബന്ധിച്ചും ഇതിന്റെ ഒരു സാധ്യതയെ സംബന്ധിച്ചും അത് ബോധ്യപ്പെടുത്തും. വന്യമൃഗങ്ങളെ നമുക്ക് തുരത്തുക എന്നുള്ളതാണ്. കാരണം ഇപ്പോ അതിരൂക്ഷമായി നമുക്ക് മൃഗങ്ങളുടെ ആക്രമണവും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഒരു 10 മീറ്റർ തൊട്ട് 15 മീറ്റർ വരെ റേഞ്ച് വരുന്ന രീതിയിലാണ് ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് സോണാർ സെൻസിംഗ് ഉണ്ട്, ലൈറ്റ് ഡിറ്റക്ഷൻ ആണ് കൂടുതലും. അതേപോലെ തന്നെ ലൈറ്റ്, പിന്നെ ഹെവി ആയിട്ടുള്ള സൗണ്ട് പല രീതിയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇതിനകത്തുള്ളത് സൗണ്ട് സെൻസിങ്ങും അതേപോലെ തന്നെ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ സെൻസ് ചെയ്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉപകരണത്തിൽ ഘടിപ്പിക്കുന്ന ക്യാമറ മൃഗങ്ങളുടെ ഫോട്ടോ സ്വയമേവ പകർത്തുകയും അത് ഉടൻ തന്നെ കൺട്രോൾ റൂമിലേക്ക് അയക്കുകയും ചെയ്യുന്ന പുതിയ രീതി രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് 18 കോതമംഗലം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ലെന്ന് EDക്ക് നടൻ ജയറാമിന്റെ മൊഴി. പോറ്റിയുടെ അനധികൃത ഇടപാടുകൾ അറിയില്ലായിരുന്നു. വീട്ടിലെ പൂജയുമായി ബന്ധപ്പെട്ട് ഒരു സാമ്പത്തിക ഇടപാടും ഉണ്ടായിട്ടില്ലെന്നും ജയറാം EDക്ക് മൊഴി നൽകി. ചെറിയ തുക ദക്ഷിണ മാത്രമാണ് നൽകിയത്. പൂജയുമായി ബന്ധപ്പെട്ട് തന്റെ പക്കലുണ്ടായ ചിത്രങ്ങളും ജയറാം കൈമാറി. നമുക്ക് ന്യൂസ് 18ന്റെ സ്പെഷ്യൽ ഡേയിലേക്ക് പോകണം. നമ്മുടെ സഹപ്രവർത്തകനായ അവിനിൻ്റെ പിറന്നാളാണ് ഇന്ന്. അവിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയംഗമായ ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാ പിറന്നാൾ ആശംസകളും. ഒപ്പം കുടുംബവും ബന്ധുക്കളും അതിന് ജന്മദിനാശംസകൾ നേരുന്നുണ്ട്. ന്യൂസ് 18ലൂടെ എല്ലാ ഭാവുകങ്ങളും ആശംസകളും. രാവിലെ പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് പെട്രോൾ കാണാം. നമസ്കാരം.